ചവറയുടെ രാത്രിയെ ഷഹനാസിന്റെ കൊടും പാതകം ഞെട്ടിക്കുകയാണ്. അതുവഴി കേരളക്കരയും ആകെ ഞെട്ടിയിരിക്കുന്നു. ലഹരി തിമിർപ്പിൽ ഇത്രത്തോളം ക്രൂരരാകാൻ മനുഷ്യർക്കാകുമോ എന്ന ചോദ്യങ്ങൾക്കിതാ ഷഹനാസ് പറയുന്നു. ഇത്തരത്തിലുള്ള ഇതിനപ്പുറത്തേക്ക് ക്രൂരനാകാനാകും. ലഹരി എന്ന വിപത്ത് സമൂഹത്തിന്, കുടുംബത്തിന് എത്രത്തോളം പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നതിന്റെ നേർസാക്ഷ്യമായി മാറുന്നു ചവറയിലെ കൊടും പാതകം. പെൻഷൻ പണത്തിന് വേണ്ടി പെൻഷൻ പണം അത് സ്വാഭാവികമായി ലഹരി ഉപയോഗത്തിനായി, ലഹരി വാങ്ങാനായിരിക്കും ഷഹനാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ലഹരി ഉപയോഗത്തിന് ആവശ്യപ്പെട്ട പെൻഷൻ തുക നൽകാത്തതിൽ വിരോധത്തിൽ മനസ്സാക്ഷിയില്ല നിർദാക്ഷിണ്യം സ്വന്തം മുത്തശ്ശിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി, കഴുത്ത് വേർപ്പെടുത്തി ചാക്കിൽ കെട്ടി അത് കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ച കൊടും പാതകത്തിന്റെ ക്രൂരതയുടെ വാർത്തയാണ് ചവറയിൽ നിന്ന് രാത്രി വൈകി റിപ്പോർട്ട് ചെയ്യുന്നത്. തുടക്കത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് പരിസരവാസികൾക്ക് പോലും ഒരു അറിവുമുണ്ടായില്ല. അതായത് കൊലപാതകം നടന്ന മണിക്കൂറുകളോളം ഇതാരും പുറത്തറിയാതെ നിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് കണ്ട ഏക സാക്ഷിയായ സ്വന്തം മാതാവ് നെഞ്ചുപൊട്ടി തകർന്ന് മകന്റെ ക്രൂരതയിൽ താങ്ങാനാകാതെ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു. ഈ കേസിന് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ ഷഹനാസിന്റെ കൃത്യത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന ഷഹനാസിന്റെ മാതാവിന്റെ പക്കൽ നിന്ന് തന്നെയാണ്. അവർ ആത്മഹത്യക്ക് ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് ചില ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലാണെന്ന് മനസ്സിലാക്കുന്നു. അതായത് ഈ കൃത്യം നടന്ന ഈ പറയുന്ന മാതാവ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് വരെ ഇത്തരത്തിലൊരു മൃതദേഹം കഴുത്തറത്ത് ചാക്കിലാക്കി കെട്ടിയിട്ട് അത് കട്ടിലിൽ ഒളിപ്പിച്ചു വെച്ചു എന്ന കാര്യം പ്രദേശവാസികൾ പോലും അറിഞ്ഞില്ല എന്നതാണ് വസ്തുത. ഇപ്പോൾ രാത്രി വൈകി മാത്രമാണ് ഈ വിവരങ്ങൾ നാട്ടുകാർ അറിയുന്നത്. ഈ പറയുന്നത് പോലെ അരുൺരാജ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ സമാധാനപൂർവ്വമായ ഒരു അന്തരീക്ഷത്തിലൊരു നാടാണ്. അവിടെ അത്തരം പ്രശ്നങ്ങൾ ഇതുവരെ കേട്ടുകേൾവി പോലില്ലാത്ത നാടാണ്. ആ നാട്ടിലാണ് നാട്ടുകാരെ ആകെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരു കൊടും പാതകം സംഭവിച്ചിരിക്കുന്നത്. വെറും 28 വയസ്സ് മാത്രമാണ് പ്രതി ഷഹനാസിന്റെ പ്രായമായ 28കാർ ഇത്രത്തോളം ക്രൂരതയിലേക്ക് തള്ളിവിട്ടത് ലഹരിയുടെ തിമിർപ്പ് മാത്രമാണോ, മറ്റെന്തെങ്കിലും വിരോധമുണ്ടായിരുന്നു അടക്കമുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ ലഭ്യമാക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഷഹനാസിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. പക്ഷേ ഷഹനാസിൽ നിന്ന് പോലീസിന് ചോദിച്ചറിയാനുള്ള കാര്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടുന്നില്ല. ആ പറയുന്ന ഷഹനാസ കൊടും പ്രതി, കൊടും പാതകൻ, നരാധമൻ, കൊടും ലഹരി തിമിർപ്പിലായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഇപ്പോഴും സ്വബോധം വീണ്ടെടുക്കാനായിട്ടില്ല. കേസിൽ കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും പോലീസ് തേടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അല്പമണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഇത്തരത്തിലൊരു കൊടും പാതകത്തിന്റെ വാർത്ത പുറത്തു വരുന്ന. അരുൺരാജാണ് വിശദാംശങ്ങൾ നൽകി പോന്നിരുന്നത്. അരുൺ, ഏകദേശം എത്ര സമയമായി ഇപ്പോൾ ഈ പറയുന്നത് പോലെ നാട്ടുകാരടക്കം ഈ വിവരം അറിയുന്നത്? അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചതിന് പിന്നാലെ മാത്രമാണെന്ന് മനസ്സിലാക്കുന്നു. നിലവിലൊരു നിഗമനം അനുസരിച്ച് ഏതാണ്ട് എത്ര മണിക്കൂർ മുമ്പാണ് ഈ കൊലപാതകം നടന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? സുഹൈലെ, നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ 2 മണിക്കൂർ, നമുക്ക് വിവരം ലഭിച്ചിട്ട് 2 മണിക്കൂറിലധികം ആകുന്നുണ്ട് ഈ സംഭവം നടന്നതുമായി ബന്ധപ്പെട്ട്. അവിടുന്ന് ഈ നാട്ടുകാരാണ് ഈ വിവരം വിളിച്ച് ആദ്യഘട്ടത്തിൽ നമ്മളെ അറിയിച്ചത്. കാരണം ഇതൊരു സംഭവം നടന്നു, ഈ പ്രതി ഇപ്പോൾ വീടിനുള്ളിലുണ്ട്, പോലീസ് എത്തി ഇയാളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, വലിയ പ്രശ്നബാധിതമായ അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ് നാട്ടുകാർ തന്നെ നമ്മളെ അറിയിച്ചത്. ഇതേ തുടർന്നാണ് നമ്മൾ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം ബന്ധപ്പെട്ട് ഇതുമായി വിവരശേഖരണം നടത്തിയത്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ തിരക്കിലാണ്. പക്ഷെ അപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഈ മുത്തശ്ശിയെ കഴുത്തറുത്ത് കൊന്ന ശേഷമാണ് മകൻ ഇത്തരത്തിൽ അവിടെ കട്ടിലിനടിയിലേക്ക് ഈ മൃതദേഹമടക്കം ചാക്കിൽ കെട്ടി സൂക്ഷിച്ചത്. ഇത് കണ്ട മാതാവ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതാണ്. തുടർന്ന് അവിടേക്ക് ആത്മഹത്യക്ക് ശ്രമിച്ച ഘട്ടത്തിൽ ഈ നാട്ടുകാരുടെ അടക്കം വിവരശേഖരണം നടത്തിയ ശേഷമാണ് നാട്ടുകാരിൽ നിന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസാണ് അവിടെ സ്ഥലത്തെത്തുന്നത്. ഈ സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ ഇയാൾ തന്നെയാണ്, ഈ ഷഹനാസ് തന്നെയാണ് മുത്തശ്ശിയെ കൊന്നത് എന്ന് പോലീസ് മനസ്സിലാക്കുകയായിരുന്നു. ഒടുവിൽ വളരെ പ്രയാസപ്പെട്ടാണ്, നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തിനിടയിലാണ് അവിടെ നിന്ന് ഈ ഷഹനാസിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. കാരണം ഈ കൊട്ടുകാട് എന്ന് പറയുന്നത് ചവറയിലെ ഒരു ഗ്രാമപ്രദേശമാണ്. അവർക്ക് അത്ര ഇത്തരം സംഭവങ്ങൾ കേട്ടുപോലും പരിചയമില്ല. ഈ വാർത്തകൾ കണ്ടു മാത്രമുള്ള ഒരു നാടാണ്. അതിനപ്പുറം മറ്റ് ഒരു ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് അവർക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നു ഉള്ളത് സത്യമാണ്. അവിടെ നിന്ന് പോലീസ് ഏറെ പ്രയാസപ്പെട്ടാണ് അവരെ ഈ ഷഹനാസിനെ പുറത്തേക്ക് കൊണ്ടുപോയി ഇപ്പോൾ ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുന്നത്. മൃതദേഹം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്കും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടം അടക്കം നടത്തണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത് ഈ കഴുത്തിലെ വെയിൻ കട്ടായതാണ്, അത് ആഴത്തിലുള്ള മുറിവുണ്ട വെയിൻ കട്ടായതാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പിന്നീടായിരിക്കും പോലീസ് ശേഖരിക്കുക. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി അത് വരുത്തുക മുംതാസിൽ നിന്നും, അത് ഈ ഷഹനാസിന്റെ മാതാവ് മുംതാസ്, അതുപോലെ തന്നെ ഷഹനാസ് എന്നിവരിൽ നിന്നാണ്. ഒരുപക്ഷെ അതിന് കുറച്ചുകൂടി സമയം വേണ്ടിവരും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്.
നമ്മൾ കേൾക്കുന്ന കൊടുംപാതകത്തിന്റെ വാർത്തകൾ നമ്മുടെ പരിസരത്ത് നിന്ന് ഒട്ടും ദൂരെയല്ല എന്ന ഭയപ്പെടുത്തുന്ന, അത് അത്രത്തോളം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വട്ടത്തറ എന്നൊരു ചെറുപ്രദേശത്ത് നിന്ന് വരുന്നത്. ഇത്തരത്തിലുള്ള കൊടുംപാതകളുടെ വാർത്തകളായി മാത്രം കേട്ടുപരിചയിച്ച നാട്ടിലേക്കാണ് ഷഹനാസ് എന്ന ലഹരിക്കടിമ 28-കാരൻ സ്വന്തം മുത്തശ്ശിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്തയുടെ വിശദാംശങ്ങൾ വരുന്നത്. കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല, ആ മൃതദേഹം ചാക്കിലാക്കി കട്ടിലിൽ സൂക്ഷിച്ചു വെച്ച ഒരു വൈകൃതവും ഈ പ്രതി ഷഹനാസ് കാണിച്ചിരിക്കുന്നു. ഈ മൃതദേഹം കണ്ട് ഭയന്ന് വിറച്ച മകന്റെ പാതകം കണ്ട് ഞെട്ടിത്തെറിച്ച മാതാവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. വീട്ടിലൊരു മൃതദേഹം കട്ടിലടിയിൽ വെച്ചിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് മാതാവ് ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു. ഈ സമയത്തൊന്നും പതറാതെ, ഈ സമയത്തൊന്നും അതൊന്നും ഏശാതെ, അതിലൊന്നും കുറ്റബോധമില്ലാതൊന്നും ശ്രദ്ധിക്കാതെ വീട്ടിൽ തന്നെ തുടർന്ന ഷഹനാസിനെ പോലീസ് എത്തിയാണ് പിടികൂടിയത്. ഷഹനാസിനെ പിടികൂടുമ്പോൾ നാട്ടുകാരടക്കം വലിയ പ്രതിഷേധമുയർത്തി. എന്തായാലും ഇപ്പോൾ ഷഹനാസ് കസ്റ്റഡിയിലാണെന്ന വാർത്ത നമുക്ക് വരുന്നുണ്ട്. കൊലപാതകം എന്തിനു ചെയ്തു, മോട്ടീവിനെ സംബന്ധിച്ചൊരു ക്ലിയർ കട്ട് എവിഡന്റ് വരാനുണ്ട്. ഇപ്പോൾ അക്യൂസ്ഡ് പിടിയിലാണ്. മോട്ടീവ് അടക്കമുള്ള കാര്യങ്ങൾ, എങ്ങനെ കൊലപ്പെടുത്തി, ഏത് ആയുധം വെച്ച് കൊലപ്പെടുത്തി നടക്കമുള്ള കാര്യങ്ങളിലേക്കടക്കം വിശദമായ അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.